നൂതന കൃഷിരീതിയുമായി കർഷകർ രംഗത്തിറങ്ങിയില്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ തഴച്ചു വളരുമെന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നബാർഡിന്റെ നേതൃത്വത്തിൽ കർഷകരെ വൈദ്യുതി സ്വയം പര്യാപ്തമാക്കുവാനുള്ള പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളെ ബോധവാന്മാരാക്കുന്നതിനുള്ള വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൃഷിരീതികൾ നന്നായി പഠിക്കണം, അതിനുശേഷം കൃഷി ഇറക്കണം, അല്ലെങ്കിൽ പാഴ്ചെലവുകൾ ഉണ്ടാവുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ട്രിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 35,000 കിലോ, സർഫസിൽ വാട്ടർ യൂസ് 7,040 m3, ട്രിപ്പിലാണെങ്കിൽ 3,880. എന്താ പറഞ്ഞറിയോ? ട്രിപ്പ് ഉപയോഗിച്ചാൽ ഈൽഡ് വർദ്ധനവ് ഭയങ്കരമായി കൂടും. 40%, 50% കിട്ടും. ഏറ്റവും കൂടുതൽ ട്രിപ്പ് ചെയ്യുന്ന സ്ഥലം എവിടെ അറിയോ? കേരളത്തില് വടകരപ്പതി പഞ്ചായത്തിലാണ്. അവിടെ 1,500 അടി താഴെയാണ് വെള്ളം. അതിപ്പോൾ തടയണയൊക്കെ കൊണ്ടുവന്നിട്ട് 300 അടിയിലെത്തി. ഏറ്റവും അവാർഡ് കിട്ടുന്നത് എവിടെ അറിയോ? അവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുമ്പത്തെ പ്രാവശ്യം മോഹൻരാജ് പറഞ്ഞ ഫൈന് കിട്ടിയത് 52 ടൺ തക്കാളി എടുത്തു ഒരു ഏക്കറിൽ. മനസ്സിലായി? കൃഷിയുടെ രീതിയിൽ സ്വഭാവമൊക്കെ മാറണം. ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്താൽ അതിന്റെ പകുതി കറക്റ്റ് ചാതലേ വരുള്ളൂ. എന്താ ട്രിപ്പിന്റെ മെത്തേഡ് അറിയോ? കുട്ടികൾക്ക് അമ്മമാര് പാൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? പ്രസവിച്ച കുട്ടിക്ക് എങ്ങനെയാ പാൽ കൊടുക്കുന്നത്? ആവശ്യമുള്ളത് ലേശം 10 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ കൊടുക്കുക അല്ലേ? അല്ലേ? അതേപോലെ ചെടിക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഫ്ലഡ് ഇറിഗേഷൻ ചെയ്താൽ അത് വെള്ളം വലിക്കില്ല, ഈർപ്പ് എടുക്കും. അതിന് മിനറൽസ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് വലിച്ചെടുക്കില്ല. അപ്പോൾ അത് നനവ് മാത്രമേ മണ്ണിന് പിടിച്ചാൽ കൂടാൻ പാടില്ല. കെ ബാബു MLA അധ്യക്ഷനായി. അനാർട്ട് ജില്ലാ എഞ്ചിനീയർ KV പ്രയേഷ് കുമാർ സെമിനാർ അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് K സിയാവുദ്ദീൻ, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് C രേണുക, BDO വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.